എറണാകുളം ഏലൂരിൽ ദേശീയ പതാകയ്ക്ക് പകരം കോൺഗ്രസ് പതാക ഉയർത്തിയതിൽ ട്രോളിൽ കുളിച്ച് CPM. ഏലൂർ പൂത്തലത്തെ ബ്രാഞ്ചാണ് പാർട്ടിക്ക് ആകെ നാണക്കേടുണ്ടാക്കിയത്. ചർക്കയുള്ള ത്രിവർണ്ണ പതാക പാറിപ്പറന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് സഖാക്കൾക്ക് അബദ്ധം പിടികിട്ടിയത്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ. ഇതാണ് CPM നേതാക്കൾക്ക് വലിയ അമളി പറ്റിയ കൊടിമരം. ഏലൂരിലെ സെന്റ് ആൻഡ് സ്കൂളിന് മുന്നിലെ ഈ പാർട്ടി കൊടിമരത്തിലാണ് ദേശീയ പതാകയാണെന്ന് കരുതി കോൺഗ്രസിന്റെ പതാക ഉയർത്തിയത്. ഏതാണ്ട് 10 മിനിറ്റോളം നേരം ഇവിടെ ചർക്കയുള്ള ത്രിവർണ്ണ പതാക പാറിക്കളിച്ചു. ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട CPM നേതാക്കളൊക്കെ ആയിരുന്നു ഈ പതാക ഉയർത്താനുണ്ടായിരുന്നത്. പിന്നീടാണ് അവർക്ക് അബദ്ധം തിരിച്ചറിഞ്ഞ് ആ പതാക താഴ്ത്തി ദേശീയ പതാക ഉയർത്തുന്നത്. എന്തായാലും ഈ സംഭവം CPMന് ചെറുതല്ലാത്ത നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറിക്ക് കൊള്ളുന്ന പരിഹാസങ്ങളാണ് ഇതിൽ പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നത്. ദേശീയ പതാക ഉയർത്തി അധികം പരിചയമില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാണെന്ന് ചിലർ. ഇത് സർക്കാർ ഓഫീസിലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നാണ് മറ്റു ചിലരുടെ ചോദ്യം. ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ്, നാറ്റിക്കരുതെന്ന് പറയുന്നവരുമുണ്ട്. കയ്യബദ്ധം പറ്റിപ്പോയെന്നാണ് കളമശ്ശേരിയിലെ പാർട്ടിക്ക് പറയാനുള്ളത്. ബോധപൂർവം ഒന്നും ചെയ്യൂലല്ലോ, ഒരു അബദ്ധപരമായിട്ട് വന്നത് കേസാണത് കേട്ടാ. അവർക്കൊരു പെശ പറ്റിപ്പോയതാണ് പ്രാദേശിക പ്രവർത്തകരെ, ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്തായാലും കിട്ടിയ ചാൻസിന് CPMന്റെ തൊലി ഉരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളല്ലേ ആയുള്ളൂ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയിട്ട്. അത് ഏത് കൊടിയാണെന്ന് CPM നേതാക്കന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് അവരെ പ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ CPM നേതാവിൻ്റെ പക്കൽ കോൺഗ്രസിൻ്റെ കൊടിയൊക്കെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിലേക്ക് വരാൻ അങ്ങനെ മാനസികമായി തയ്യാറെടുക്കുന്ന ആളുകളാണ് CPM നേതാക്കന്മാർ. പരിഹാസങ്ങൾ ഏറെ കേൾക്കുന്നുണ്ടെങ്കിലും ഈ കയ്യബദ്ധത്തിന്റെ പേരിൽ ആരെയും പിടിക്കേണ്ട എന്നാണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.